കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു. കടലിലേക്ക് ജലം ഒഴുകിപ്പോകാത്തതാണ് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം മന്ത്രിമാരെത്തി നിർദ്ദേശം നൽകിയെങ്കിലും മണൽ നീക്കം മന്ദഗതിയിലാണ്. മണൽ പൂർണ്ണമായും നീക്കിയില്ലെങ്കിൽ കുട്ടനാട്ടിലെ സ്ഥിതി അതീവ ഗുരുതരമാകും. കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുമ്പോഴും തോട്ടപ്പള്ളിയിലെ മണൽ നീക്കം ശക്തമാക്കാത്തതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് കൈരളി TV സംഘമാണ് പുറത്തുകൊണ്ടുവന്നത്. ഷട്ടറുകൾക്ക് സമീപം മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതും സ്പിൽവേയുടെ വീതി കൂട്ടുന്നതിന് മണൽ കൂനകൾ തടസ്സമായതും ദൃശ്യങ്ങൾ സഹിതം കൈരളി പുറത്തുകൊണ്ടുവന്നു. ഇതിന് പിന്നാലെ മന്ത്രിമാർ സ്ഥലത്തെത്തി ദ്രുതഗതിയിൽ നടപടി നീക്കാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇപ്പോഴും മന്ദഗതിയിലാണ് മണൽ നീക്കം നടക്കുന്നത്. ഇത്തരത്തിലാണ് മണൽ നീക്കുന്നതെങ്കിൽ 2 ആഴ്ചയിലധികം വേണ്ടിവരും ഈ മണൽ ഇവിടെ നിന്നും നീക്കം ചെയ്യാൻ. ഇതിനോടകം തന്നെ കുട്ടനാട്ടിലെ 20 ഹെക്ടറിൽ അധികം പാടശേഖരങ്ങൾ മഴവീഴ്ച മൂലം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. മാത്രമല്ല, താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. ചെങ്ങന്നൂർ മണ്ഡലത്തിലെ പാണ്ടനാട്, മാന്നാർ അടക്കമുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുന്നു. കടലിലേക്ക് ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകിപ്പോകാത്തതാണ് ഇതിന് പ്രധാന കാരണമെന്ന് മന്ത്രിമാർ പോലും സമ്മതിക്കുന്നു. എങ്കിലും മണൽ നീക്കം ചെയ്യുന്ന പ്രവൃത്തി ദ്രുതഗതിയിലാക്കുന്നില്ല. മണൽ നീക്കം നടത്തിയെന്നും മാധ്യമ സൃഷ്ടിയാണ് ഇത്തരം വാർത്തകളെന്നുമാണ് ജില്ലാ കളക്ടറുടെ പോസ്റ്റ്. എന്നാൽ സത്യം കൺമുന്നിൽ നിൽക്കെ പൊള്ളയായ ഇത്തരം പോസ്റ്റുകൾക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉയർന്നുവരുന്നത്. കിഴക്കമ്പലത്തിന്റെ ഒഴുക്ക് അല്പം ശമിച്ചുവെങ്കിലും കുട്ടനാട്ടിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോയാൽ മാത്രമേ കുട്ടനാട് പഴയ രീതിയിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ. കുട്ടനാട്ടിലെ വിവിധ ക്യാമ്പുകളിലായി നിരവധി ആളുകളാണ് കഴിയുന്നത്. ഇവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കിവരുന്നത് കുട്ടനാട് MLA യുടെ നേതൃത്വത്തിലാണ്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും കാര്യമായ ധനസഹായം ഒന്നും ലഭിച്ചില്ല എന്നുള്ളതും ഉയർന്നുവരുന്ന പരാതിയാണ്. കൈരളി ന്യൂസ്, ആലപ്പുഴ.